ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഞാനിപ്പോൾ കാണിക്കുന്ന ക്ലിപ്പ് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു ദിവസം മുന്നത്തെയാണ്. അന്ന് ഹിത തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് അവളുടെ നാട്ടിലേക്ക് പോകണം. അവളുടെ നാട് കോഴിക്കോടാണ്. സോ ഞാൻ അവളെയും കൂടെ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പും കൂടെ എല്ലാം ആഡ് ചെയ്യുന്നത്. നമ്മളൊന്ന് കരയണം. ചിരി ഹിത തിരിച്ച് അവിടെ നാട്ടിലേക്ക് പോവാണ്. കോഴിക്കോട് വരുമ്പോ ഹൽവ വാങ്ങിട്ട് വരില്ലേ? പറ, അതെന്താ ആലോചിക്കണേ? ഇത് എന്താണ് കരയണോ? ഓക്കെ, എന്തായാലും ഹിത ക്രിസ്മസിന് നിൽക്കാണ്ട് പോയത് ഭയങ്കര മോശമാണ്. അതെ, മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ എല്ലാവരും വരുമ്പോ ഇവിടെ ഡാൻസ് ഇല്ലേ നാളെ, അതുകൊണ്ടാണ് ഞാൻ പോണേ. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്നേ. എന്താ പറയാണല്ലേ നന്ദന? നോ വേർഡ്സ്. പിന്നെ ഇതാണ് എൻ്റെ സീനിയർ, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പേര് അതുല്യ എന്നാണ്. അതുല്യ ചേച്ചി എന്ന് ഞാൻ വിളിക്കും. ഓഫ്കോഴ്സ് അങ്ങനെ വിളിക്കണമല്ലോ. അതുല്യ ചേച്ചീനെ വ്ളോഗിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുകയാണ്. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം കോളേജ് എത്തി. ഫസ്റ്റ് എന്നെ കണ്ടത് വിമലേനായതുകൊണ്ട് അവളോടൊരു ഹായ് പറയാൻ പറഞ്ഞു. ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞതാണ്, ഞാൻ മേഴ്സി കോളേജ് പാലക്കാടാണ് പഠിക്കുന്നത്. പിന്നെ ക്രിസ്മസ് ആയിട്ട് കോളേജിൽ നല്ല വലിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോളേജിലത്തെ പുൽക്കൂട്. നല്ല ഗ്രാൻഡാണ് ഗൈസ്. എന്ത് മനോഹരമായ കോളേജിലെ. സുഖല്ലേ എല്ലാവർക്കും? ഇതാണ് നന്ദനന്റെ ഔട്ട്ഫിറ്റ് റിവീൽ ഗൈസ്. നോക്കൂ, നമ്മുടെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ എല്ലാവർക്കും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരമൽ ചീസ് കേക്കാണ് ഗൈസ്. കാരമൽ ചീസ് കേക്ക്. ഇന്ന് കേക്കൊക്കെ കിട്ടും. ട്രീറ്റ് ഗൈസ്. എൻ്റെ നന്നായി ഞാൻ വന്നത്. നന്ദുന്റെ ഡ്രസ്സ് ജസ്റ്റ് ഫോറിൻ വൈബ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സൂര്യത്താ നന്ദു. സത്യം പറഞ്ഞ ഈ ഡ്രസ്സ് എൻ്റെ അല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻ വന്നു. അപ്പം ഞാനും ആഷികയും അബിയും കൂടിയും അവളുടെ ഔട്ട്ഫിറ്റൊക്കെ നോക്കാനായിട്ട് പോയി. അതെന്ത് സൗണ്ടായിരുന്നു? അങ്ങനെ അടുത്ത ആൾ വന്നിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് റെപ്പാണ് ശ്രീതു. ഇത്ര നേരം ഇവിടെ പാട്ടായിരുന്നു ഗൈസ്. ക്യാമറ ഓൺ ആക്കിയപ്പോ നമുക്ക് പാടാനില്ല. ഇത് ഞാൻ വ്ളോഗിലിടും. വന്നില്ല മൂഞ്ചി. ഗൈസ്, ഞങ്ങളിപ്പോൾ എന്തിനാ പോണെന്ന് അറിയോ? റീലെടുക്കാൻ. അതെ, റീലെടുക്കാൻ. അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്തു സക്സസ്ഫുൾ ആയിട്ട്. അതിൻ്റെ ഷോർട്സ് ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ആൻ എക്സ്പ്രഷൻ. ടീച്ചർ പോലെ ഉണ്ട്. പിന്നെ ആൻ സ്പോട്ടിഫൈനെ കുറിച്ച് പറയായിരുന്നു. അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ വർഷം 2025 എത്ര സോങ്സ് കിട്ടും, ആരുടെയൊക്കെ സോങ്സ് കിട്ടും, ആരുടെ സോങ്സ് ഏറ്റവും കൂടുതൽ കിട്ടും, അതൊക്കെ അവർ ലിസ്റ്റ് കാണിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ഏജ് എത്ര നമ്മൾ ഗസ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ ഓഡിറ്റോറിയത്തേക്ക് പോയപ്പോഴേക്കും ഓഡിറ്റോറിയം ഫുള്ളായിരുന്നു. സോ ഞങ്ങൾ നേരെ മേലോട്ട് പോയി അവിടെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് നല്ല വ്യൂ ആയിരുന്നു. മേലെ കറക്റ്റായിട്ടൊരു സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സീറ്റ് ഉണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഇടയിൽ കേക്ക് കഴിക്കാൻ പോവാണ്. വിത്ത് വൈൻ. വൈനോ? ഇതോ? വൈനും കേക്കും. 22nd ആഷികയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് 23rd ഈ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്.
ഞങ്ങളുടെ കൂട്ടത്തിൽ ആൻ ഷുഗർ കട്ടാണ്. സോ ഞാൻ അവളെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കൊതിപ്പിക്കുകയായിരുന്നു. പാവം, മുന്നിലുണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. ഞങ്ങളുടെ ആക്ച്വലി ഇനിയും 3 പേരുണ്ട്. 2 പേര് ആബ്സെൻ്റ് ആണ് ആൻഡ് ഒരാൾ ക്യാമറാമാനാണ്. അനുഗ്രഹ എന്നാണ് അവളുടെ പേര്. പക്ഷെ അവൾ ഒരിക്കലും ക്യാമറയുടെ മുന്നിലോട്ട് വരില്ല. അവളുടെ മുഖേ കാണിക്കില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവൾ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ സമയത്ത് ഒരു സെലിബ്രേഷന് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ അതിൽ ആരെങ്കിലുമൊക്കെ 1-2 പേര് മിസ്സിങ് ആയിരിക്കും. ബൈ ദ വേ, കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ ഇങ്ങനെ വോയിസ് എഫക്റ്റ് കൊടുക്കാൻ കാരണം കോപ്പിറൈറ്റ് വരാണ്ടിരിക്കാനാണ് കേട്ടോ. ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കരോളിന് ഫസ്റ്റ് കിട്ടിയിട്ട് ക്യാഷ് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത സാധനം ഇതാണ്. അങ്ങനെ ഡാൻസ് പരിപാടികളും മ്യൂസിക്കായാലും എല്ലാതും നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു. ഒരു 12 കാലമായപ്പോൾ തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് 12 കാലമായപ്പോഴേക്കും എല്ലാവരും നേരെ ക്യാൻറ്റീനിലോട്ട് ഓടി ഫുഡിനായിട്ട്. ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ആൻ ക്രിസ്മസിൻ്റെ നോമ്പാണ്. സോ അവൾക്ക് നോൺ കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ എപ്പോൾ ബിരിയാണി കഴിച്ചാലും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഡ വാങ്ങി കുടിക്കും. പിന്നെ ഒരാൾക്ക് ഒരു സോഡ മൊത്തത്തിൽ കുടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഷെയർ ചെയ്യാണ് ചെയ്യാറ്. പിന്നെ ആൻ ആരോടെങ്കിലും വല്ല കോമഡി പറയാൻ പറഞ്ഞപ്പോൾ അനുഗ്രഹം അവൾ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും കോമഡി പറയൂ. ഐസ്ക്രീം പിന്നെ അനുഗ്രഹം ഒരു ഊള ചളി പറയുന്നുണ്ടായിരുന്നു. ഈ പപ്പായ ഫേസ് പാക്കൊക്കെ പാർലറിൽ യൂസ് ചെയ്യുന്നത് പപ്പായ ഐസ്ക്രീമിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ. അവളുടെ
അവളുടെ അടുത്ത തള്ളു എന്ന് പറയുന്നത് അവൾ കെപ്ലർ 22 സയൻറ്റിസ്റ്റ് ആണെന്നാണ്. പിന്നെ അവൾ പറഞ്ഞ തള്ളു ഐഫിൽ ടവർ അവളുടെ ചളി കേട്ടിട്ടാണ് ചെരിഞ്ഞു പോയതെന്നാണ്. പക്ഷെ ഐഫിൽ ടവർ ചെരിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. അത് പിസ്സ കള്ള് കേട്ട് ക്ഷീണിച്ച് ശീലിച്ചില്ല. അഭി കുടിച്ചിട്ടില്ലല്ലോ. ഇത്രയും തള്ളലും ചളിയൊക്കെ പറഞ്ഞതിന് ശേഷം അനുഗ്രഹ പറയാ ഇതൊന്നും യൂട്യൂബിലിടല്ലേന്ന്. ഞാനുണ്ടോ കേൾക്കാൻ പോണു? വിത്ത് വോയിസ്. അനുഗ്രഹം ആരായിച്ച അനുഗ്രഹ ഒരു നിലവാരം കൊണ്ട് ഞാൻ അല്ല ഗൈസ്, അനുഗ്രഹം പറയാണ് അനുഗ്രഹ വേറൊരു പ്ലാനറ്റിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെയൊക്കെ ഹാർട്ട് എടുത്തിട്ട് പോകാൻ വന്നതാണ്. കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? വിറകോ? ഓ വാവ്, ഓട്ട കണ്ടുപിടുത്തം. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയെങ്കിൽ കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയുമോ? കുട്ടികളെ കണ്ടോ? ഞങ്ങൾ പോയ തക്കം നോക്കി, ഞങ്ങൾ 1 മിനിറ്റ് മാറി നിന്ന് തക്കം നോക്കിയിട്ട് നമ്മൾ ഐസ്ക്രീം തിന്നാണ്. ഫേക്ക് ഫ്രണ്ട്സ് അല്ലേ അബി? ഫേക്ക് 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 ഫേക്ക്. അങ്ങനെ പറ്റിച്ചവരുടെ മുന്നിൽ ഞങ്ങളും വാങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാസിക് ഡോല് കാണാൻ വേണ്ടി പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്ക് മാത്രമല്ല നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വെയിലത്ത് നിൽക്കാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ മേലെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. സോ കുറച്ച് നേരം ഞങ്ങളതൊക്കെ കണ്ട് മേലേന്ന് കണ്ട് നിന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ തോന്നി. സോ ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല അമ്മമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ പോണ വഴി ഞാൻ ഇവളെ കണ്ടു. ഇവളെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും. എൻ്റെ +2ത്തെ ഫ്രണ്ടാണ് ആര്യ. +2 ടൂറിലെ വ്ളോഗിലൊക്കെ ഉണ്ട്. ഇവളിപ്പോൾ ഈ ഷോപ്പിലാണ് നിൽക്കുന്നത്. കടമ്പുഴപ്പുറം കിഡ്സി പറഞ്ഞ ഷോപ്പിലാണ് ഇവളെ നിൽക്കുന്നത്. എൻ്റെ ഫോണിലത്തെ ചാർജ് 1% ആയതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡർ എടുത്തിട്ടാണ് ഇവളുടെ വീഡിയോ എടുക്കുന്നത്. പിന്നെ അപ്പോഴേക്കും ആര്യയ്ക്ക് കസ്റ്റമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ അമ്മമ്മയുടെ വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.